ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐഫോണിനെ കുറേ പേർ വിമർശിക്കാറുണ്ടെങ്കിലും ഒരു തരത്തിൽ ഒരുപാട് പേർ ഈ ഒരു ഫോണിൻ്റെ ഫാൻസാണ് എന്ന് പറയാം. അതായത് ഒട്ടനവധി പേർ പറയുന്ന ഒരു കാര്യമാണ്, ഐഫോണിൽ നിങ്ങൾക്ക് ഈ ഫീച്ചറെല്ലാം ഇപ്പോഴാണ് വരുന്നത്, ഇതെല്ലാം നേരത്തെ ആൻഡ്രോയിഡിലുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് എല്ലാമാണ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എങ്കിലും ഒരുപാട് പേർ നിലവിലും ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഐഫോൺ എല്ലാം വിറ്റുപോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഐഫോൺ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്? ഇത് ഏറ്റവും മെയിനായി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ ഈ ഒരു iOS എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന യൂസേഴ്സ്, അവർക്ക് ഇത് ഒരു അഡിക്ഷൻ പോലെയാണ്. അത്തരത്തിലും സ്മൂത്തായ ഒരു OS ആണ് iOS. അതിനാൽ തന്നെ ഇത് യൂസ് ചെയ്തവർ പിന്നീട് ഇതിൽ നിന്നും ഒഴിവാവുക എന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കൽ ഒരു ഐഫോൺ എല്ലാം യൂസ് ചെയ്തുവെങ്കിൽ പിന്നീട് ഇതിൽ നിന്നും പുറകോട്ട് പോവുക എന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഐഫോണിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം തന്നെ വളരെ അഡ്വാൻസ്ഡ് ആണ്. നേരത്തെ തന്നെ യൂസേഴ്സിനെല്ലാം നല്ല രീതിയിൽ സെക്യൂരിറ്റി എല്ലാം കൊടുക്കുന്നതിന് ഐഫോൺ എല്ലാ തരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന പുതിയ ഒരു അപ്ഡേറ്റ് ഇത് ഐഫോൺ യൂസേഴ്സിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എന്താണ് ഈ പുതിയ അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഐഫോൺ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഇത് മോഷ്ടിച്ചാലോ ഇത്തരത്തിലെല്ലാം വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചറിലാണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഐഫോൺ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആപ്പിൾ പുതുതായി കൊണ്ടുവരുന്ന ഒരു സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ആണ് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ iOS 17.3 അപ്ഡേറ്റോട് കൂടിയെല്ലാം ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. നമുക്ക് ഈ അപ്ഡേറ്റ് എന്താണ് എന്ന് നോക്കാം. ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം ആരെങ്കിലും നിങ്ങളുടെ ഐഫോണിൻ്റെ ഇതിൻ്റെ പാസ്കോഡ് എല്ലാം അറിയാമെങ്കിലും അവർക്ക് ഈ ഒരു ഡിവൈസിലെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ പാസ്കോഡ് എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇതൊന്നും ലഭിക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഫോൺ ഇത് നമ്മുടെ ലൊക്കേഷനിൽ, അതായത് സാധാരണ നമ്മുടെ ഹോം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ലൊക്കേഷനിലെല്ലാം ആണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ പാസ്കോഡ് ചേഞ്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നതിന് ഇതിന് നിങ്ങളുടെ പാസ്കോഡ് മാത്രം എൻ്റർ ചെയ്താൽ മതിയാകില്ല. ഇതിന് നിങ്ങളുടെ ബയോമെട്രിക് ഇൻഫർമേഷൻ, അതായത് ഫേസ് ID പോലുള്ള ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സെൻസിറ്റീവ് ഇൻഫർമേഷൻ എല്ലാം ഓപ്പൺ ചെയ്യാൻ സാധിക്കൂ. അതിനാൽ തന്നെ നിങ്ങളുടെ ഡിവൈസ് നഷ്ടപ്പെട്ട് മറ്റേതെങ്കിലും ലൊക്കേഷനിൽ നിന്ന് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഈ ഇൻഫർമേഷൻ ഒന്നും ലഭിക്കില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ ഡിവൈസിന് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഈ ഫീച്ചർ വർക്കാകുന്നത്. അധികം താമസിയാതെ iOS 17.3യുടെ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ കൂടി കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്